കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, അല്ലെങ്കിൽ ആരിൽ നിന്നേലും ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പം നമ്മൾ പറയും, ഇന്നയാൾ കാരണമാണ് എനിക്കിതൊക്കെ വരുന്നത്, അവരാ എനിക്ക് ശത്രുത പ്രവർത്തിച്ചിരിക്കുന്നത്, അവരെൻ്റെ വഴികളെല്ലാം തടഞ്ഞിരിക്കുക. കാണുന്ന ലോകത്ത് അതൊക്കെ ശരിയായിരിക്കും. എന്നാൽ ഈ കാണുന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കാണാത്ത ലോകമുണ്ടെന്നാണ് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും ശുശ്രൂഷയിലും ഈ അദൃശ്യ ലോകത്തിലെ ആ ശക്തികൾ ദൃശ്യലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മേൽ ഒരു അദൃശ്യ ലോകത്തിൻ്റെ സ്വാധീനമുണ്ട്. അത് തിരിച്ചറിയണം. അദൃശ്യ ലോകത്ത് രണ്ട് ശക്തികളാണ്, എല്ലാവർക്കും അറിയാം. ഒന്ന്, അദൃശ്യ ലോകത്തെ നന്മയുടെ മൂർത്തിയാണ് ദൈവം. അദൃശ്യ ലോകത്തെ തിന്മയുടെ മൂർത്തിയാണ് പിശാച്. അതിൻ്റെ തലവനാണ് ലൂസിഫർ എന്ന് ദൈവവചനം പറയുന്നു. ദൈവത്തിന് തൻ്റെ പ്രവൃത്തി ചെയ്യുവാനായി ദൈവദൂതന്മാർ, മാലാഖമാർ, 1000 1000 10,000 10,000 ദൈവദൂതന്മാർ തൻ്റെ ഹിതം നിവർത്തിക്കാനായി, ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി, മനുഷ്യരുടെ സേവകരായി ദൈവദൂതന്മാർ ഉണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല. അപ്പോൾ തന്നെ പിശാചിന്, ദൈവത്തിൻ്റെ ശത്രുവും മനുഷ്യൻ്റെ ശത്രുവുമായ, ദൈവം ഏറ്റവും സ്നേഹിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ നന്മകളെ തടയുന്ന, തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈവിൾ വേൾഡുണ്ട്, ഈവിൾ പവറുണ്ട്. അതാണ് ലൂസിഫർ. ആ ലൂസിഫറിന് കീഴിൽ നിരവധി ദുരാത്മാക്കളുണ്ട്, ദുർശക്തികളുണ്ട്, അശുദ്ധാത്മാക്കൾ, ദുർഭൂതങ്ങൾ എന്നൊക്കെ തിരുവചനത്തിൽ അതിനെക്കുറിച്ച് പറയും. ചിലർക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നവരുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ? പിശാചുണ്ടോ? ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ്. എന്നാൽ വ്യക്തമായി പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ജനങ്ങൾ വിടുതലാകുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജനങ്ങൾ നിറയപ്പെടുമ്പോൾ അവരുടെ ജീവിതം പാടെ മാറുന്നതും അങ്ങനെയുള്ള നിരവധി അത്ഭുത സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, നേരിട്ട് കാണാനിടയായിട്ടുണ്ട്. നമ്മളിന്ന് തിരുവചനത്തിൽ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് ദ അൺസീൻ വേൾഡ് ഓൺ ദ സീൻ വേൾഡ്. അദൃശ്യ ലോകത്തിന് ദൃശ്യലോകത്തിന്മേലുള്ള സ്വാധീനം. അതാണ് നമ്മളിന്ന് തിരുവചനത്തിൽ നിന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. നമുക്ക് ഒരു വേദഭാഗം പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ ഈ വാക്യം എബ്രായ വിശ്വാസികളോട് എഴുതാൻ, പൗലോസ് ശ്ലീഹ എഴുതാൻ ഒരു കാരണമുണ്ട്. ഈ ദൃശ്യലോകത്തിലെ പല കാര്യങ്ങളുടെയും പുറകെ ദൈവത്തിൻ്റെ ആത്മമണ്ഡലത്തിലുള്ള ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ, ആത്മീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ, വേണ്ടവണ്ണം തിരിച്ചറിയാതെ എബ്രായ വിശ്വാസികൾ ഈ കാണുന്ന ലോകത്തിലെ ചിലതിൻ്റെ പുറകെ ഒരു പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയി. ഇവിടെ എബ്രായ ലേഖനകാരൻ
പൗലുസ്ലിഹായ എബ്രായ ലേഖനം എഴുതിയെന്നാണ് കരുതപ്പെടുന്നത്. പൗലുസ്ലിഹ എന്ന് തന്നെ പറയാം. പൗലുസ്ലിഹ എബ്രായ വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ ഒരു കാലത്ത് ആ അദൃശ്യ ലോകത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ യേശുക്രിസ്തു നിർവഹിച്ച ക്രൂശിലെ യാഗത്തൂടെ അദൃശ്യ മണ്ഡലത്തിൽ നിങ്ങൾക്ക് തന്ന ജയം, നിങ്ങൾക്ക് തന്ന പിശാചിൻ്റെ മേലുള്ള ജയം, രക്ഷ, ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞവരാ. നിങ്ങൾ ഒരു കാലത്ത് ആ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ നിങ്ങളുടെ ഭൗതിക സമ്പത്ത് ചിലർ അപഹരിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ചില നന്മകൾ ചിലർ നിഷേധിച്ചു. അപ്പോൾ നിങ്ങൾ അവരോട് വഴക്കുണ്ടാക്കിയില്ല. ആ സമ്പത്തുകളുടെ അപഹാരം പോലും നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. ഭൗതിക ലോകത്തുള്ള ചില പ്രശ്നങ്ങൾ വന്നിട്ടും നിങ്ങളെ അത് ബാധിച്ചില്ല. നിങ്ങൾ അതിന് മുകളിൽ അദൃശ്യ ലോകത്ത് ക്രിസ്തു ചെയ്തതും കർത്താവിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അതിനുവേണ്ടി വെച്ചിരിക്കുന്ന വലിയ പ്രതിഫലം വിശ്വാസത്താൽ നിങ്ങൾ കണ്ടു. അദൃശ്യ ലോകം നിങ്ങൾ കണ്ടതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിലെ ചെറിയ കാര്യങ്ങളൊന്നും പിടിക്കാൻ പോയില്ല, വഴക്കുണ്ടാക്കാൻ പോയില്ല. അത്ര വലിയ വിശ്വാസികളായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലേക്ക് ആകരുത്. ഈ കാണുന്ന ലോകത്തിലെ കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ഞാൻ എല്ലാവരോടും ഓർപ്പിക്കട്ടെ, അദൃശ്യ ലോകത്ത് ദൈവവും ദൈവദൂതന്മാരും മാത്രമല്ല, അദൃശ്യ ലോകത്ത് നടന്ന മാനവജാതിയുടെ ഏറ്റവും വലിയ ജയമാണ് ക്രൂശിൽ ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശും മരണവും ഉയർപ്പും അത് ഘോഷിക്കേണ്ടത് ഏതെങ്കിലും ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മതവിശ്വാസികൾ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ജയമാണ്. മരണത്തിനപ്പുറത്ത് എന്താണെന്ന് മനുഷ്യനറിയില്ല. മരണം എല്ലാവർക്കും പറയുമ്പോൾ എന്നൊക്കെ പറയും, പക്ഷേ ഭയമുണ്ട്. പക്ഷേ മരണത്തിനപ്പുറത്ത് നമ്മുടെ ആത്മാവ് ചെന്ന് പറ്റുന്ന ആ ലോകത്തിൻ്റെ നമുക്ക് വേണ്ടി ഒരു പുതിയ വാതായനം തൻ്റെ പുനരുത്ഥാനത്താൽ തുറന്നിട്ടുകൊണ്ട് ക്രിസ്തു ജയമെടുത്തു. ആ ക്രിസ്തുവിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നൊരു വ്യക്തിക്ക് മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. മരണത്തിനപ്പുറത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. ആ അദൃശ്യ ലോകത്തിൽ എന്താണെന്നുള്ള ഒരു ഉറപ്പ് ഇവിടെ വെച്ച് തന്നെ പ്രാപിച്ച്, ആ രക്ഷയുടെ അനുഭവം പ്രാപിച്ച് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ നല്ല ഉറപ്പേറിയ വിശ്വാസത്തിൽ മരണത്തെ പുൽകിക്കൊണ്ടിരുന്ന സമയത്തും പലരും പറഞ്ഞു, ഇത്രയുള്ള മരണം എന്ന് ചോദിച്ച കർത്താവിൻ്റെ മക്കൾ നിരവധിയാണ്. അതുകൊണ്ടാണ് പൗലുസ്ലീഹ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അതുകൊണ്ടാണ് മരണത്തിനപ്പുറത്തുള്ള അദൃശ്യ ലോകം നമ്മളൊക്കെ ചെന്ന് പറ്റാൻ പോകുന്ന എല്ലാവരും അവിടെ ചെന്നേ ഒക്കത്തുള്ളൂ. ദൈവവചനം പറയുന്നത് മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഒരു ദിവസം വന്നേ ഒക്കത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ പോലീസിനെയും കോടതിയും ഒക്കെ കളിപ്പിക്കാം, ആർക്കും പിടികൊടുക്കാതിരിക്കാം. ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവിനെയും മക്കൾക്ക് അപ്പനമ്മമാരെയും വിശ്വാസികൾക്ക് അച്ഛനെയും പാസ്റ്ററെയും ഒക്കെ നമുക്ക് മറയ്ക്കാം. പക്ഷേ സകല രഹസ്യങ്ങളും കാണുന്ന ഒരു ദൈവമുണ്ട്. സകല മനസാക്ഷിയിൽ പോലും നമ്മുടെ മനസ്സിൽ പോലും കടന്നുപോയ കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്കും റെക്കോർഡ് ചെയ്യുന്ന ഒരു ലോകമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എന്നൊക്കെ വെക്കുന്നവർ കാണും, പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മുടെ ആത്മാവ്, നമുക്ക് നമ്മുടെ ആത്മാവിനെ കാണാൻ മേല. അപ്പോൾ അദൃശ്യ ഒരു ലോകത്ത് നമ്മളുമുണ്ട് കേട്ടോ. നമ്മളിലും ഒരു അദൃശ്യ വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് വാസ്തവത്തിൽ നമ്മളിലെ യഥാർത്ഥ വ്യക്തി. നമ്മുടെ ഒരു ബന്ധു മരിച്ചു പോയാൽ, ഒരു മരണ വീട്ടിൽ നിങ്ങൾ ചെന്നേ, ആ ബോഡി അവിടെ കിടക്കുന്നെങ്കിലും ആ വ്യക്തി കിടക്കുന്നതായിട്ട് നമ്മൾ അംഗീകരിക്കില്ല. ഞങ്ങളുടെ അച്ചായ ഞങ്ങളെ ഇട്ടേച്ച് പോയേ, അല്ലെ ഞങ്ങളുടെ ആൻറ്റി അല്ലെ എൻ്റെ ആ മമ്മി എന്നെ വിട്ടുപോയേ എന്നാണ് പറയുന്നത്. ആ ബോഡി എവിടെ കിടക്കുന്നു, ആൻറ്റി എവിടെ കിടക്കുന്നു നമ്മൾ അംഗീകരിക്കില്ല. ആ ശരീരത്തിനുള്ളിൽ വസിച്ച വ്യക്തിയാണ് നമ്മൾ ആൻറ്റി എന്ന് വിളിച്ചത്, അങ്കിള എന്ന് വിളിച്ചത്. ആ വ്യക്തിയാണ് നമ്മൾ മാനിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളും ആത്മാക്കൾ തന്നെയാണ്. ഈ കാണപ്പെടുന്ന ഒരു ശരീരത്തിൽ ജീവിക്കുന്ന ആത്മാക്കളാണ്. പൗലുസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും. ശരീരത്തിൽ വസിക്കുക എന്നാണ് പറയുന്നത്. ശരീരം ഒരു വീടായിട്ടാണ്.
നമ്മൾ കർത്താവിനെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരമായി വീട്ടിൽ ഒരു താമസക്കാരൻ കൂടെ വരികയാണ്. അതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും താമസക്കാരൻ വരികയാണ്. തങ്കു ബ്രദർ പറഞ്ഞൊരു വാക്കുണ്ട്, ഐ ആം എ സ്പിരിറ്റ് ലിവിങ് ഇൻ എ ബോഡി ഹാവിങ് എ ടെമ്പററി നാച്ചുറൽ എക്സ്പീരിയൻസ്. ഞാനൊരു ആത്മാവാണ്. എല്ലാവരും ഒന്ന് വാവുകൊണ്ട് പറഞ്ഞാൽ നല്ലതാണ്. ഞാനൊരു ആത്മാവാണ്. എനിക്ക് ഈ ശരീരത്തിൽ താൽക്കാലികമായ ഒരു വാസമുണ്ട്. അത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മളും ഒരാത്മാവാണ്. ഈ കാണുന്ന ലോകത്തെ നിയന്ത്രിക്കുന്നത് കാണാത്ത ലോകമാണ്. ഇത് കുറേ എന്തോ പറയുന്നത് ഫിലോസഫി പറയല്ല. ദിസ് ഈസ് എ റിയാലിറ്റി. നമ്മളിൽ ഒരു വലിയ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം, നമ്മളിലെ ഈ വ്യക്തിത്വം ഏറ്റവും ജയാളിയാകുന്നത് ദൈവപുത്രനായ ക്രിസ്തു നമ്മുടെ ആത്മാവോട് അറ്റാച്ച്ഡ് ആകുമ്പോഴാണ്. അത് ക്രിസ്തു മതത്തിൽ ചേരുകയല്ല. ഇതിനകത്ത് മതം മാറ്റമില്ല. മനുഷ്യനെ പൂർണ്ണനാക്കാൻ, മനുഷ്യനിൽ നഷ്ടപ്പെട്ട ദൈവഭാഗം, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സംഭവിച്ചത് അവനിലുള്ള ദൈവത്തിൻ്റെ അധിവാസമാണ് നഷ്ടപ്പെട്ടത്. ആ അധിവാസം തിരിച്ചു തരികയാണ് ക്രിസ്തു മുഖേന. അല്ല, ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദേവനല്ല. യേശുക്രിസ്തു ഒരിക്കൽ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരാതിരുന്നപ്പോൾ അവർ ഈ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരുന്നു, പഴയ നിയമഗ്രന്ഥങ്ങൾ. പഴയ നിയമഗ്രന്ഥത്തിൽ ഒരു മശിഹ വരും, ഒരു രക്ഷകൻ വരും എന്നത് അവർക്കറിയാമായിരുന്നു. യഹൂദന്മാർക്ക് മാത്രമല്ല, ലോകത്തിലെ വിവിധ ജനതകളുടെ ഇടയിൽ ഒരു ഉദ്ധാരപുരുഷൻ വരും എന്നൊരു ചിന്താഗതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഉദ്ധാരപുരുഷൻ അഥവാ മശിഹ യഹൂദന്മാർക്ക് അവരുടെ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്തു. ഒരു ഉദ്ധാരപുരുഷൻ വരും, ഒരു വീണ്ടെടുപ്പുകാരൻ വരും. പക്ഷെ അവർക്ക് മനസ്സിലായത് അവർക്ക് ആത്മമണ്ഡലമൊന്നും അറിയില്ല. അവർക്കെല്ലാം ഭൗതിക ലോകത്ത് അവരുടെ രാജ്യം തിരിച്ചു പിടിച്ചു കൊടുക്കുന്ന ഒരു മശിഹായായിട്ടാണ് അവരുടെ മനസ്സിലവർ കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തു ഇവിടെ ഒരു ഭൗതിക രാജ്യം സ്ഥാപിക്കും എന്നതായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. അതിൻ്റെ കാരണവുമുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, പഴയ നിയമത്തിലുള്ള പ്രവചനങ്ങൾ, ആ പ്രവചനങ്ങളിൽ ദാവീദ് പുത്രനായി, യഹൂദന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠ രാജാവാണ് ദാവീദ്. ദാവീദ് രാജാവിൻ്റെ കാലത്താണ് അവരുടെ അതിരുകൾ ഏറ്റവും വിസ്തീർണമായത്. അവരുടെ ഒരു സുവർണകാലം എന്ന് വേണമെങ്കിൽ പറയും. നമ്മളിപ്പോൾ കേരളീയർ മഹാബലിയുടെ ഭരണത്തെ ഏറ്റവും ശ്രേഷ്ഠകാലമെന്ന് മലയാളികൾ കരുതുന്നത് പോലെ യഹൂദനെ സംബന്ധിച്ച് ദാവീദ് അവരുടെ ശ്രേഷ്ഠ രാജാവാണ്. അപ്പോൾ ദാവീദിൻ്റെ തായ് വഴിയിൽ ഒരു രക്ഷകൻ വരും, മശിഹ വരും, ഒരു രാജാവായിരിക്കും. എന്തിനാ കിഴക്കൻ നാട്ടിലുള്ള യഹൂദരല്ലാത്ത വിജാതീയരായ ആൾക്കാർക്കും ഈ ക്രിസ്തു അവതരിക്കുമെന്നതിനെക്കുറിച്ച് ഒരു അവബോധം ലഭിച്ചു. അവർ നക്ഷത്രശാസ്ത്രത്തിൽ പ്രവീണരായിരുന്നു. കിഴക്കൻ നാട്ടിൽ നിന്ന് വിദ്വാൻമാർ വന്നു, നക്ഷത്രം കണ്ട് ക്രിസ്തുവിനെ കാണാനായി, ശിശുവായിരിക്കുന്ന ക്രിസ്തുവിനെ കാണുവാനായി വന്നതായി നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 2 വായിക്കുന്നു. ചില പറയുന്നത് അവർ അറേബ്യൻ നാടുകളിൽ നിന്ന് പോയെന്ന്. ചില പണ്ഡിതന്മാർ പറയുന്നത് ഭാരതീയ മുനിമാരായിരുന്നു, മഹർഷിമാരായിരുന്നു. ദൈവത്തെക്കുറിച്ച് അറിവ് പ്രാർത്ഥനയിലും തപസ്സിലൂടെയൊക്കെ ലഭിച്ച അവർക്കും പിടികിട്ടി ഒരു രക്ഷകൻ, ഒരു വീണ്ടെടുപ്പുകാരൻ ഭൂജാതനാകാൻ പോകുന്നു. അത് യഹൂദന്മാരുടെ ഇടയിലാണെന്നും യഹൂദന്മാരുടെ രാജാവായിരിക്കുമെന്നും അവർക്കും പിടികിട്ടി. അതിൻ്റെ പുറകിലോട്ടുള്ള ചരിത്രങ്ങളൊന്നും ബൈബിളിൽ കാണുന്നില്ല. പക്ഷേ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഈ വിദ്വാൻമാർ അന്ന് യഹൂദൻ അവരുടെ രാജ്യം നഷ്ടപ്പെട്ടിട്ട് റോമൻ കൈസർ അവരുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഭാരതം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലായതുപോലെ നാട്ടുരാജാക്കന്മാരൊക്കെ അവരുടെ കീഴിൽ നിന്നതുപോലെ യഹൂദ രാജ്യത്തെ, ഇസ്രായേൽ രാജ്യത്തെ നാട്ടുരാജാക്കന്മാരൊക്കെ നാട്ടുരാജ്യങ്ങൾ ഒക്കെ ഓരോ സംസ്ഥാനങ്ങളാക്കി അവർ ഭരിക്കുകയാണ്. അവിടുന്ന് ഒരു ഗവർണറെ ആക്കിയിരിക്കുകയാണ്. ഇടപ്രഭുക്കന്മാരായി പലരെയും, ഹെരോദാവിനെയൊക്കെ പോലുള്ളവരെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം റോമൻ കൈസറുടെ കയ്യിലായിപ്പോയി എല്ലാം. നമ്മൾ വായിക്കുന്നു, ഈ കിഴക്കൻ നാട്ടിൽ നിന്നുള്ള വിദ്വാൻമാർ വന്നിട്ട് ഹെരോദ രാജാവിനോട് ചോദിക്കുകയാണ്,
യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവനെവിടെ? വാസ്തവത്തിൽ ഹെരോദാവ് അമ്പരന്ന് പോയി. അപ്പം ഇവർ ഈ പറയുന്ന ഈ യഹൂദന്മാരുടെ പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റോമൻ കൈസറെയൊക്കെ മാറ്റും, ഞങ്ങളുടെ രാജാവ് ഇഞ്ഞ് വരും, ദാവീദ് പുത്രൻ ഇഞ്ഞ് വരും, വരുമ്പോൾ ഞങ്ങളുടെ ഭരണം തിരിച്ചു പിടിച്ചു തരും. പക്ഷേ ഇതൊരു ഉപദേശിക്കഥയായിട്ട് മാത്രമേ ഹെരോദാവും ഒക്കെ കരുതിയിരുന്നുള്ളൂ. പക്ഷേ കിഴക്കൻ നാട്ടിലെ നക്ഷത്രശാസ്ത്രത്തിൽ പ്രവീണരായ ജ്യോതിശാസ്ത്രജ്ഞന്മാർ വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ താൻ ഭ്രമിച്ചു പോയി നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഒരു രാജാവ് പിറക്കാൻ പോകുന്നു, പിറന്നിരിക്കുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ മനസ്സിലെ വിചാരം മുഴുവൻ ഒരു ഭൗതിക രാജ്യം സ്ഥാപിക്കുന്ന, റോമൻ ഗവർണറെ നിഷ്കാസിതനാക്കുന്ന, റോമൻ ആധിപത്യത്തിൽ നിന്ന് യഹൂദഭരണത്തെ വിടുവിച്ചെടുക്കുന്ന ഒരാളെ പ്രതീക്ഷിച്ചു. പക്ഷേ ക്രിസ്തു ഇവിടെ വന്നപ്പോൾ കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷ മധ്യത്തിൽ പറഞ്ഞത്, നിങ്ങൾക്കിപ്പോൾ അവസ്ഥ പോലും നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലോകത്തിലെല്ലാം ചെതറുമെന്ന യഹൂദനോട് പറഞ്ഞു. അതായതുപോലെ സംഭവിച്ചു. AD 30 കർത്താവായ യേശു യെരുശലേം ദേവാലയത്തിൽ നിറങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ ഈ ദേവാലയം എത്ര മനോഹരമായിരിക്കുന്നു, അവിടെ ഭൗതിക കാര്യങ്ങളാണ്, ഭൗതികമായ ഒരു ആലയം, അതിൻ്റെ പണിയും മനോഹാരിതയൊക്കെ കാണിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളീ കാണുന്ന 50ഓളം വർഷങ്ങൾ കൊണ്ട് പണിത ഈ മനോഹരമെന്ന് പറഞ്ഞ ദേവാലയം ഇടിഞ്ഞു പോകും. ഇന്ന് മനുഷ്യരൊക്കെ ദേവാലയങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ യുദ്ധത്തിലാണ്. യഹൂദനും അവരുടെ ഒരു ഭൗതിക കല്ലുകൊണ്ട് പണിത ഒരു ആലയത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. നമ്മൾ പാലസ്തീൻ നാട്ടിൽ ചെന്നാൽ, ഞാനും പോയിട്ടുണ്ട്, ജെറുസലേമിൽ ചെന്നാൽ അവിടെ ലോകത്തിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏരിയ യഹൂദന്മാർ വിലാപമതിലിൽ തലയടിച്ച് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ഈ ദേവാലയം വരുന്നിടത്ത് ഞങ്ങൾക്ക് ദേവാലയം തിരിച്ചു തരണമേ. പക്ഷേ അത് വലിയൊരു പ്രശ്നത്തിനിടയായിത്തീരും. ഒന്ന് നോക്കിക്കേ, ദൈവവും ദേവാലയവും ഒക്കെ മനുഷ്യർക്ക് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ദേവാലയത്തിന് വേണ്ടി മനുഷ്യർ തമ്മിൽ തലതല്ലി കീറുകയാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു മുന്നമേ ആ ശമരിയ സ്ത്രീയോട് പറഞ്ഞു, ശമരിയ സ്ത്രീ പറഞ്ഞു, ഗരിസീം മലയിലാണ് ശമരിയ സ്ത്രീയെ യേശു മീറ്റ് ചെയ്തത്. ഈ മലയിലാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ നമസ്കരിച്ചത്. എന്നാൽ നിങ്ങൾ യഹൂദന്മാർ പറയുന്നു അങ്ങ് ജെറുസലേമിലാണ്, ആ ദേവാലയത്തിലാണ് ദൈവത്തെ നമസ്കരിക്കേണ്ടത്. അതുകൊണ്ട് യേശു പറഞ്ഞു, സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക, ദൈവം ആത്മാവാണ്. ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ഗോഡ് കാനോട്ട് ബി കൺഫൈൻഡ് ഇൻറ്റു എ ഫിസിക്കൽ പ്ലേസ്. ദൈവത്തെ നമുക്കൊരു ചെറിയ ഭാഗത്ത് ഒതുക്കാനൊക്കത്തില്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, കുശവനെ കുടത്തിനകത്ത് തപ്പരുതും. പൗലൂസ് ശ്ലീഹ പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 17 വായിക്കുന്നുണ്ട്, ഭൂമിയും അതിലുള്ളൊക്കെയും സൃഷ്ടിച്ച ദൈവത്തെ മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ ഒരു ദേവാലയത്തിലോ ഒന്നും ഒതുക്കുവാൻ സാധ്യമല്ല. അതാണ് ക്രിസ്തു ഇവിടെ പറഞ്ഞത്. സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണം. ഈ മലയിലുമല്ല, ജെറുസലേമിലുമല്ല. ദൈവം ഗോഡ് ഇസ് എ സ്പിരിറ്റ്. അവൻ മനുഷ്യൻ്റെ സ്പിരിറ്റിനുള്ളിൽ വരും, മനുഷ്യ ഹൃദയത്തിൽ വരും. ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ ത്യജിച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ ദൈവത്തെ തപ്പുന്നവർ ഏറ്റവും മൗഢ്യമാണ് കാണിക്കുന്നതെന്ന് നീതിസാരവും പറയുന്നു. അപ്പം എല്ലാ മനുഷ്യർക്കും എല്ലാ മതങ്ങളിലുള്ളവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ദൈവം മനുഷ്യരുടെ ഉള്ളിലാണ് വാസം ചെയ്യുന്നത്. ക്രിസ്തു ഇവിടെ വന്നത് ഭൗതികമായ ഒരു ദേവാലയം കെട്ടുപണി ചെയ്യാനോ വേറെ ആരുടെയെങ്കിലുമൊക്കെ ആലയങ്ങൾ തല്ലി നശിപ്പിക്കാനോ ഒന്നുമല്ല വന്നത്. മനുഷ്യനെ ദൈവം അധിവസിക്കുന്നൊരു വ്യക്തിയാക്കി മാറ്റുവാനാണ് വന്നത്. വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർപ്പിക്കാം, തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, മനുഷ്യനിൽ ദുഷ്ടശക്തികൾ ആവസിക്കും, ദൈവവും കടന്നു വരും. ദൈവം വാസം ചെയ്യുമ്പോൾ ദൈവിക സ്വഭാവങ്ങൾ അവരിൽ വരും. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ അവർ ക്രിസ്തുവിനെ അവർ സ്വീകരിക്കാതിരുന്നപ്പോൾ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് റോമൻ കൈസറോട് യുദ്ധം ചെയ്ത് റോമൻ കൈസറുടെ കയ്യിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തെ വിടുവിക്കുന്ന ഒരു യുദ്ധം ചെയ്യുന്ന ഒരു മശിഹായെ അവർ പ്രതീക്ഷിച്ച്, ദൈവപുത്രനെ അവർ പ്രതീക്ഷിച്ചത്. എന്തിനാ? യോഹന്നാൻ സ്നാപകൻ പോലും യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ ഇടറുകയാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 2-ാം വാക്യം മുതൽ. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുമോ എന്ന്
അവർ മുഖേന അവനോട് ചോദിച്ചു. ഞാൻ സ്നാനപ്പെടുത്തുന്ന ഈ യേശുവാണ് ക്രിസ്തു, ഇവനെക്കുറിച്ചാണ് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത്, ഇവനാണ് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുകയും ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടുകയും ചെയ്ത അതേ യോഹന്നാൻ സ്നാപകൻ, താൻ ഒരു യഹൂദന, താൻ പഠിച്ച പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ ആ പ്രവാചകന്മാർ കൊടുത്ത അറിവനുസരിച്ച്, തനിക്ക് കിട്ടിയ അറിവനുസരിച്ച്, പ്രവാചകന്മാർ മറ്റുള്ളിടത്ത് ക്രിസ്തു എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തനിക്ക് കിട്ടിയ അറിവനുസരിച്ച് യോഹന്നാന് യേശു രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടപ്പോൾ, പാപികളോട് ക്ഷമിക്കുന്നത് കണ്ടപ്പോൾ യോഹന്നാന് പിടികിട്ടിയില്ല. യോഹന്നാൻ ആകെ കൺഫ്യൂഷനിലായി. എടാ, ഇയാൾ തന്നെയാണോ? ഞാൻ ഈ സ്നാനപ്പെടുത്തിയ ഇദ്ദേഹമാണ് ദൈവപുത്രനെന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ യേശു. കാരണം യോഹന്നാൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെയുണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ, അവൻ വീശുമുറ അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, ഈ പതിരുകളെല്ലാം തടുത്തുകൂട്ടി തീയിലിട്ട് കളയും, നല്ല മണി മാത്രം ശേഖരിക്കും, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയും. യോഹന്നാൻ്റെ പ്രസംഗം ഒരു കൃപയുടെ പ്രസംഗമായിരുന്നില്ല, ന്യായവിധിയുടെ പ്രസംഗമായിരുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ടോണം, ജീവിതം നന്നാക്കിക്കോണം. ഞാനൊരു വലിയ കാര്യം പറയാം, യേശുക്രിസ്തു ഇവിടെ വന്നത് ജീവിതം നന്നാക്കിക്കോളാൻ പറയാനല്ല. യേശു ഇവിടെ വന്നത് ജീവിതം നന്നാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ വന്നതെന്ന്. യോഹന്നാൻ പറഞ്ഞു, മാനസാന്തരത്തിന് യോഗ്യമായ ബലം കായ്പീൻ, നീയൊക്കെ നന്നാകടാവേ എന്നാണ് പറഞ്ഞത്. പക്ഷേ യേശു പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, നീ നോക്കിയാലും നിനക്ക് മദ്യപാനം നിർത്താനൊക്കില്ല, നീ നോക്കിയാലും നിൻ്റെ അരിശം മാറത്തില്ല, നീ നോക്കിയാലും നിൻ്റെ ദുസ്വഭാവങ്ങൾ മാറില്ല, പക്ഷേ എനിക്ക് നിന്നോട് കനിവുണ്ട്, നിൻ്റെ അവസ്ഥ എനിക്കറിയാം, നീ എന്നിലൊന്ന് വസിച്ച്. യേശു പറ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്, നിങ്ങൾ എന്നോടൊന്ന് ചേർന്ന് എന്നിലേക്കൊന്ന് അറ്റാച്ച്ഡ് ആയിക്കേ, എൻ്റെ അടുക്കലൊന്ന് വന്നേ, എന്നിൽ നിന്നൊരു മുന്തിരി രസം നിങ്ങളിലൂടെ വന്നിട്ട് നിങ്ങൾ വളരെ ബലം കായ്ക്കും. യോഹന്നാൻ പറഞ്ഞ ബലം കായ്പീന്ന, ഒരു വികലാംഗനോട് എഴുന്നേറ്റ് നടക്കുവെന്ന് പറയുന്ന പോലെ ഇരിക്കും. പക്ഷേ യേശുക്രിസ്തു വന്നത് ആ വികലാംഗന് അവന് കാല് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് കയ്യെ പിടിച്ച് നടത്തുകയാണ്. ഇത് നമ്മളുടെ വ്യത്യാസം. ന്യായപ്രമാണവും ക്രിസ്തുവും നമ്മളുടെ വ്യത്യാസം. നമ്മൾ മനുഷ്യരോട് പറയാം, നീ നന്നാകടാ, നീ ശരിയാകടാ. മതങ്ങളെല്ലാം പറയുന്നത് നന്നാകാൻ, ആരും അഴുക്കാകാൻ പറയുന്നില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ വ്യത്യാസം, ക്രിസ്തു മതമല്ല സ്ഥാപിച്ചത്, ക്രിസ്തു റിയാലിറ്റി പറഞ്ഞു. മതങ്ങളൊന്നും പറഞ്ഞ് അഴുക്കാണെന്നോ തെറ്റാണെന്നോ യേശു പറഞ്ഞില്ല, ന്യായപ്രമാണം തെറ്റാണെന്ന് യേശു പറഞ്ഞില്ല, മോശ തെറ്റാണെന്ന് യേശു പറഞ്ഞില്ല. വാസ്തവത്തിൽ മോശയുടെ പ്രമാണത്തെക്കാൾ കൂടിയതാണ് ദൈവിക പ്രമാണമെന്നാണ് യേശു പറഞ്ഞു. മോശയുടെ പ്രമാണം അനുസരിച്ച് വ്യഭിചാരം ചെയ്യാതിരുന്നാൽ മതി. ക്രിസ്തു പറഞ്ഞു, എന്നാൽ ഹൃദയത്തിൽ മോഹിച്ചാൽ വ്യഭിചാരം ചെയ്തു പോയി. മോശയുടെ പ്രമാണം അനുസരിച്ച് ഒരു കത്തിയെടുത്തൊരുത്തനെ കുത്തി കൊല്ലാതിരുന്നാൽ മതി. പക്ഷേ യേശു പറഞ്ഞു, ഹൃദയത്തിൽ അവനെ നിസ്സാരനെന്ന് കരുതിയാൽ പോലും കൊലപാതകമാണ്. അതാണ് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് മൊറാലിറ്റി. ആ നിലയിലുള്ള ഒരു മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ക്രിസ്തുവിൻ്റെ മാർഗം. അല്ല ക്രിസ്തു മതത്തിൽ അംഗമായതുകൊണ്ടോ, ഒരു പള്ളിയിൽ ചേർന്നുകൊണ്ടോ, സ്വർഗീയവിരുന്നി വന്ന് ചേർന്നതുകൊണ്ടോ, നമ്മുടെ പേര് പള്ളിയിലെ രജിസ്റ്ററിൽ വന്നതുകൊണ്ടോ, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടോ ഒക്കെ ശരിയാണ്, അതെല്ലാം കർത്താവ് പറഞ്ഞതാണ്. അങ്ങനെ നമ്മളെ ഒരു പള്ളിയിൽ അടക്കിയതുകൊണ്ടോ, ഇതൊക്കെ ഈ ലോകത്ത് ആവശ്യമല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ക്രിസ്തു വന്നത് ഇതൊന്നും ചെയ്യുവാൻ വേണ്ടിയല്ല. ചുരുക്കി പറഞ്ഞാൽ, കാണുന്ന ലോകത്തെ ആസ്പദമാക്കി ഉള്ള ഒരു ജീവിതത്തിൽ നിന്ന് അദൃശ്യ ലോകത്തിലേക്ക് നമ്മളെ വളർത്തുന്ന ഒരു പുതിയ കൈൻഡ് ഓഫ് ലിവിങ്, ഒരു ഉയർന്ന ജീവിത പന്ഥാവ് തെളിയിച്ചു തരാനാണ് യേശു വന്നത്. അല്ല എല്ലാവരെയും ക്രിസ്തുമതത്തിലാക്കാനല്ല. ആ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ആത്മമണ്ഡലത്തിലെ നല്ലതിലേക്ക് സ്റ്റെപ്പ് വെക്കുവാൻ ഞാനിന്ന് ഈ വചനങ്ങളിലൂടെ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ക്ലാസ് തുടരും. എനിക്ക് തോന്നുന്നില്ല ഒരു എപ്പിസോഡോ 2 എപ്പിസോഡോ അല്ല, കുറച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് ആത്മീയ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കാം. ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അതേ ഒരു രാജാവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഭൗതിക ലോകത്തിൻ്റെ ഒരു രാജാവല്ല, നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്ന ഒരു പുതു ലോകത്ത് നമുക്ക് ജയം തരുന്ന, ആത്മമണ്ഡലത്തിൽ ജയം തരുന്ന ഒരു പുതിയ വ്യക്തിയാക്കി നമ്മളെ മാറ്റുക. യേശുവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുത്താട്ടെ. ക്രിസ്തുവേ, എൻ്റെ ഉള്ളിൽ വന്നാട്ട്. എനിക്ക് എൻ്റെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പാപസ്വഭാവങ്ങളുടെ മേൽ ജയം കിട്ടുന്നില്ല. പക്ഷേ ക്രിസ്തു നമ്മളിൽ നിന്ന് വരട്ടെ, നമ്മളാൾ മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്ത് കാണുന്ന ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്ന അത്ഭുത ശക്തിയാണല്ലോ കർത്താവ്. ഈ ഭൗതിക ലോകം അങ്ങയുടെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണോ ഞങ്ങൾ കേട്ടത്. ഞങ്ങളിലും ഒരു ആത്മാവുണ്ട്.
ഭൗതിക ലോകത്തിൻ്റെ അധിപനായ രാജാവായ ക്രിസ്തുവിനെ ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് ജയാളിയായ യേശുവെ ഞങ്ങളെ വാഴണമേ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ അവരുടെ ഭവനങ്ങളെയും വാഴണമേ. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൈശാചിക ശക്തികൾ മുഴങ്കാൽ മടക്കും. കടഭാരത്തിൻ്റെ കെട്ടുകൾ, രോഗബന്ധനങ്ങൾ അഴിയുമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തിൻ്റെ പുറകിലുള്ള പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. ആ ബ്രെയിൻ ട്യൂമറിൻ്റെ പുറകിലുള്ള രോഗശക്തി വിട്ടുമാറട്ടെ. ആ ഡയബറ്റിസിൻ്റെ, ആ അസ്വസ്ഥതയുടെ, മദ്യപാനത്തിൻ്റെ, വഴിതെറ്റി നടക്കുന്ന കുഞ്ഞുങ്ങളുടെ ദുസ്വഭാവത്തിൻ്റെ പുറകിൽ ഉള്ള എല്ലാ വ്യാപാര ശക്തികളും വിട്ടുമാറട്ടെ. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയാകാം ആ സ്ത്രീയോട് പറഞ്ഞ കർത്താവേ, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞ് മക്കൾ വിടുതലാകട്ടെ. കർത്താവിൻ്റെ തൃക്കരം നീട്ടിയതിനായി സ്തോത്രം. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. മറ്റു പല പ്രയാസങ്ങളാൽ, മനക്ലേശങ്ങളാൽ വലയുന്നവരെ വിടുവിക്കണം. കർത്താവിൻ്റെ കരം നീട്ടി വിടുവിച്ചതിനായി സ്തോത്രം. യേശു കർത്താവിൻ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. രോഗങ്ങളുടെ പുറകിലുള്ള കെട്ടുകൾ പൊട്ടിയിട്ടുണ്ട്. മ്ലാനത, ഉറക്കക്കുറവ്, അതിൻ്റെയൊക്കെ പുറകിലുള്ള പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വിടുതൽ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യണം, ഞങ്ങളെ അറിയിക്കണം. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.